ശങ്കരന് ബ്രാഹ്മണനെ കുറിച്ച് പറയാം, മുഹമ്മദിന് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം, രണ്ടാള ബാബയ്ക്ക് ദലിതുകളെ കുറിച്ച് പറയാൻ പറ്റും. അത് ജാതീയതയാണ്. അത് തന്നെയാണ് ജാതീയത. ഇവിടെ ജാതി വിവേചനം ഉണ്ടോ എന്നുള്ളത് ജാതി വിവേചനം അനുഭവിക്കുന്ന ആളുകളാ പറയണ്ടേ. ഒരു 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 വ്യവസ്ഥ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തം. അവിടെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടേ വേണ്ട കാര്യമില്ല, എവിടെ ചെയ്തു, ആർക്ക് കിട്ടി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും എൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ്, കാസ്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ചെകഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്നോടത് കാണിക്കുന്നു എന്നാ പറയുന്നത്. ഇത്ര ഹിന്ദുത്വം പറയുന്ന ആളുകൾ നമ്മളെ ഒന്നും ഒരു സ്ഥലത്തും പരിഗണിച്ചിട്ടില്ല. വേണ്ടതാണ് കേട്ടോ, എനിക്ക് വേണ്ടത്തിട്ടല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടി പറയല്ല, എൻ്റെ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ്. ആ സംവരണത്തിന് മുകളിൽ പഠിച്ചു വന്ന കുട്ടികളുണ്ടാവുമല്ലോ, ജോലി കിട്ടുമ്പോൾ എവിടെ? അതിനു വേണ്ടി നിങ്ങൾ ഇവിടുത്തെ തെരുവോരങ്ങളിലെ കടകളിലേക്കും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്കും ടെക്സ്റ്റൈൽസിലേക്കും ഒന്ന് എത്തി നോക്കുന്നുണ്ട്. അവിടെയൊക്കെ കാണുന്നത് എൻ്റെ മക്കളാണ്. അവിടെ ഒരു നേരം ഒന്ന് ഇരിക്കാൻ പോലും മറ്റാതെ തുണി എടുത്തിട്ട് കൊടുത്ത് രാത്രി 10 മണിയുടെ പണിയെടുത്തത് മടക്കി വെച്ച് അവരുടെ വീട്ടിൽ വേർത്തു പോയി ഒന്ന് നടുനിർത്തി ഉറങ്ങാൻ പോലും പറ്റാതെ അവിടെ ഒരു സാമൂഹ്യം. നിങ്ങൾ പറയൂ, ഈ നാട്ടിൽ ഒരു നമ്പൂതിരി ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ പിറ്റേ ദിവസം പോസ്റ്ററാ, അയ്യോ നമ്പൂതിരി ലോട്ടറി ടിക്കറ്റ് വിട്ടു എന്ന്. ഇവൻ ഇന്ന് പട്ടുമറ്റേ കിടക്കുമ്പോൾ കരുത് അത് കിട്ടി എന്നത് ഇല്ല. ഇവരുടെ കരാള ഹസ്തങ്ങൾ എപ്പോൾ നമ്മുടെ നേർക്ക് വരുന്നോ അന്ന് തീർന്നു. അതുവരേ ഉള്ളൂ. ശാന്തി വെള്ളിയും ഇട്ടിട്ട് ഇങ്ങനെ ശാന്തി കാണിക്കുക, ഇതൊന്നല്ല ആത്മീയത. ആ ശാന്തി പെരയിലിരുന്ന് പറയൽ മാത്രമേ അടുക്കള, ആശ്രമത്തിലിരുന്നു. സമൂഹത്തിലേക്ക് ഇറങ്ങണം. അവിടെ മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുവെങ്കിൽ അവർക്കെതിരെ ഒരു ശബ്ദമെങ്കിലും ഉയർത്തുന്നുവെങ്കിൽ അതാണ് ദൈവീകത, അതാണ് മനുഷ്യത്വം. അതെ, ജാതി വിവേചനം ഇല്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ നിന്ന് ജാതി വിവേചനം അനുഭവിച്ചിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജാതി വിവേചനം ഉണ്ട് എന്ന് കുറച്ചെങ്കിലും റിയലൈസേഷൻ ഉണ്ടാകുന്നത് സമൂഹത്തിൽ. അവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇല്ല ജാതിയും ഇല്ല വിവേചനം ഇല്ല എന്ന് പറഞ്ഞത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കാത്തോണ്ടാണ്. അത് എപ്പോഴും ഇവിടെ എന്താ വെച്ചാൽ ജാതിയുടെ വിഷയങ്ങൾ എപ്പോഴും ഇപ്പോൾ മോൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയതമാണ്. ഞാൻ ജാതി പറയുമ്പോൾ നിങ്ങൾ എന്ത് ആത്മീയവാദിയോ ജാതി പറയുന്നത്? എനിക്ക് ശങ്കരാചാര്യയുടെ ഗ്രന്ഥങ്ങളിൽ പോലും വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ബ്രാഹ്മണർക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശങ്കരന് ബ്രാഹ്മണനെ കുറിച്ച് പറയാം, മുഹമ്മദിന് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം, രണ്ടാള ബാബയ്ക്ക് ദലിതുകളെ കുറിച്ച് പറയാൻ പറ്റില്ല. അത് ജാതീയതയാണ്. അത് തന്നെയാണ് ജാതീയത. ഇവിടെ ജാതി വിവേചനം ഉണ്ടോ എന്നുള്ളത് ജാതി വിവേചനം അനുഭവിക്കുന്ന ആളുകളാ പറയണ്ടേ. ഇപ്പോഴും ഉണ്ട്. അല്ല നിങ്ങൾക്കല്ലേ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം, അവസരങ്ങൾ കിട്ടണം. എന്ത് ആനുകൂല്യമാണ് നിങ്ങൾ പറയുന്നത്? സംവരണത്തെ തൊട്ട് ഈ സംവരണം എന്ന് പറഞ്ഞാൽ 8% പ്ലസ് 2%, 10% സംവരണം ചൂണ്ടിക്കൊണ്ട് കാണിക്കുകയാണ്. EWS സംവരണം, ഈ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന സവർണ്ണ വിഭാഗ സംവരണം. ഈ കഴിഞ്ഞ സമയത്ത് മെഡിക്കൽ സീറ്റ് വന്ന സമയത്ത് പട്ടികജാതിക്കാരൻ്റെ സംവരണത്തെ മറികടന്നുകൊണ്ടാണ് EWS മുന്നോട്ട് വന്നത്. ആരും മുണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും പറയില്ല, ഇലക്ഷൻ വന്നു, സീറ്റ് നിശ്ചയിക്കുന്ന ആരാ? സംവരണ സീറ്റുള്ളത് കൊടുക്കുക എന്നതിനപ്പുറം ഒരു സീറ്റ് കൊടുക്കണമെന്ന് നിശ്ചയിക്കണോ, അല്ലെങ്കിൽ സംവരണ സീറ്റിനെ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്ന ആരാ? അത് ജാതി വിവേചനമല്ലേ? ഇവരെന്ത് പങ്കാളിത്തമുണ്ട്? ഇതുണ്ട് ഈ രാജ്യത്ത്. ഇവരറിയില്ല 75 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഇനിയും അല്ലെങ്കിൽ 80 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഇനിയും കൊടുക്കണോ ചോദിക്കുമ്പോൾ എടാ കൊടുത്തത് റിസൾട്ട് കാണണ്ടേ? റിസൾട്ട് കണ്ടില്ലെങ്കിൽ കൊടുത്തോന്മാർ പരാജയമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ സർക്കാരുകളും പരാജയമാണ്. ആ പരാജയം പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ ജനതയെ കൃത്യമായി കിട്ടുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചോറും ബാണങ്ങൾ തിന്നോ എന്ന് വലിച്ചെറിഞ്ഞാൽ ആ ചോറ് ഇപ്പോൾ പുറത്തേക്കാവുമ്പോൾ കുട്ടികളെ മുന്നിൽ എത്തുണ്ടാവില്ല. ഒരു വ്യവസ്ഥ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടേ വേണ്ട കാര്യമില്ല, എവിടെ ചെയ്തു, ആർക്ക് കിട്ടി. മധു തല്ലിക്കൊല്ലപ്പെട്ട നാടാണിത്. മധു അല്ല, ഒരുപാട് ആൾക്കാർ ദാരിദ്ര്യത്തിന് മുകളിൽ ഇവർ കോടികളല്ലേ ഓരോ വർഷം ST ഫണ്ട് എത്രയാണ് പാസ്സാക്കുന്നത്? SC ഫണ്ട് തന്നെ 400 കോടി എന്താണ് ലാപ്സാക്കി ഇവർ മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഇവർ മറ്റു സമുദായങ്ങൾക്ക് വേണ്ടി കൊടുത്തത് കേരളത്തിൽ SC ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ കഴിയുകയാണല്ലോ. ഇപ്പോൾ അടുത്ത എന്തെങ്കിലും വന്നോട്ടെ. എന്നാൽ ഈ പിണറായി വിജയൻ സർക്കാർ തന്നെ SC ഫണ്ടുകൾ പല രീതിയിലാണ് മാറ്റിമറിക്കപ്പെട്ടത്. പാലക്കാട് SC വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ SCയുടെ പേരിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ SCക്കാർക്ക് എത്രത്തോളം ജോലി ഉണ്ടെന്ന്, അവർക്ക് പഠിക്കാൻ എത്തുന്ന സൗകര്യം ഉണ്ടെന്ന് പോയി അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അവിടുത്തെ പല ഫണ്ടുകളും ഇവർ മാറ്റി ചിലവാക്കുന്നുണ്ട്. അവിടെ വേണ്ട വിധത്തിലുള്ള നിയമനം മറ്റും നടക്കുന്നില്ല എന്നുള്ള വാർത്ത BSPൻ്റെ കുറേ അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അല്ല ഇതൊക്കെ പട്ടികജാതിക്കാർ ചോദിച്ചു വാങ്ങിക്കൂടെ? ചോദിക്കുമ്പോൾ പറയും ജാതി പറയുന്നു. ഇപ്പം ഞാൻ സ്വതവേ പറയാണ്ട് അങ്ങനെ പറയുമ്പോൾ തൽക്കാലം എൻ്റെ തള്ളയുടെ ജാതി എൻ്റെ പേരിക്കാണ് ചമച്ചെന്നാൽ മതി. നായർ പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നായരാൻ വേണ്ടി പറയല്ല. എനിക്കല്ല ജാതി. എനിക്ക് ജാതിയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ജാതി എന്ന് പറയണ്ടേ? എനിക്കല്ല ജാതി. ഞാൻ പറയുന്ന വിഷയത്തിൽ ജാതി കാണാത്ത പ്രശ്നം. അതെ, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ജാതി വിവേചനം ഇല്ലാതാകുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞ സംവരണം തിരിച്ചെടുക്കാൻ എല്ലാവരും തയ്യാറാണ്. അതായത് സാമൂഹികമായിട്ട് ഈ സംവരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണെന്ന് ചിന്തിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് BJP സർക്കാരായാലും ശരി, ഇടതുപക്ഷ സർക്കാരായാലും ശരി, ഈ സംവരണത്തെ
ഈ പറയപ്പെടുന്ന ഇപ്പോൾ ഉള്ള സംവരണത്തെ സാമ്പത്തികമാണെന്ന് ധരിച്ചു പ്രവർത്തിച്ചു. അവർ പറഞ്ഞു, എല്ലാവരും കരുതുന്നു, പട്ടികജാതിയിൽ തന്നെ ജോലി കിട്ടിയവന്മാരും കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. സംവരണം സാമ്പത്തികമല്ല, സാമൂഹികമാണ്. അവിടെയാണ് ആ ചോദ്യം വരുന്നത്. ഒരു BMW ഓടിച്ച് നടക്കുന്ന ഒരു പുലയനെ എനിക്കറിയാമെന്ന് പറയുന്ന ചോദ്യം വരുന്നത് അവിടെയാണ്. അല്ല, പുലയൻ BMW ഓടിക്കുമ്പോൾ പുലയൻ മാത്രമല്ല മറ്റുള്ളൊരു ഇഷ്ടം പോലെ ഒരു പുലയനെ ഉണ്ടാവുള്ളൂ, 10 പുലയനെ ഉണ്ടാവുള്ളൂ. പക്ഷെ പുലയൻ അത് ഓടിച്ചു എന്ന് കരുതിയിട്ട് പുലയന്റെ മകൻ ജോലിക്കല്ലോ വീണ്ടും പുലയത്തം കാണിക്കുന്നുണ്ടേ. അതെ, അത് സാമൂഹികമാണ്, സാമ്പത്തികമല്ലേ. സാമ്പത്തികം നിങ്ങൾ പറഞ്ഞു, ഈ വേടം കല്യാണം കഴിച്ചു മറ്റുള്ളവരെയാണല്ലോ, അല്ലെങ്കിൽ മറ്റാൾ കല്യാണം കഴിച്ചു, ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ബാക്കി ഇവിടെ നിങ്ങൾ കാര്യത്തോടടുക്കുമ്പോൾ ഇത് നിങ്ങൾ മീൻസ് ഈ സമൂഹം കാണിക്കുന്നുണ്ടേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ്, കാസ്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ചെകഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്നോടത് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഹിന്ദുത്വം പറയുന്ന ആളുകൾ നമ്മളെ ഒന്നും ഒരു സ്ഥലത്തും പരിഗണിച്ചിട്ടില്ല. വേണ്ടതാണ് കേട്ടോ, എനിക്ക് വേണ്ടത്തിട്ടല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടി പറയല്ല, എൻ്റെ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ്. അവിടെ ജാതിയില്ലേ, എവിടുന്ന് ഇവർ ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇവരെന്താ നിശ്ചയിക്കുന്നത്, ആരാ നിശ്ചയിച്ചത്? അതാണ് ശൂദ്രസം വളരെ ശക്തമാണ് ഇവിടെ. പണ്ടും തന്നെ നമ്പൂതിരിമാരല്ല പ്രശ്നം, എല്ലാ നായന്മാരും പ്രശ്നമല്ല, ദാരിദ്ര്യന്മാരും നായന്മാരും ഉണ്ട്. പക്ഷെ ഇടയിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്, ശൂദ്രന്മാർ. ഇവർ പ്രശ്നം തന്നെ. അന്നും ഇന്നും അവരാണ് ഈ നാടിനെ എന്താ വേണ്ടത് നിശ്ചയിക്കുന്നത്. അവരാണ് ഊരൂട്ടമ്പലത്തിൽ പോകുന്ന അയ്യങ്കാളി യജമാനെ തടഞ്ഞത്, വില്ലുവണ്ടി തടഞ്ഞത്. അന്നത്തെ സർക്കാർ രാജഭരണ, തിരുവിതാംകൂറിലെ രാജഭരണത്തിന്റെ ഉടമ്പടി ഉണ്ട്, എന്താണ് ഏതൊരാൾക്കും വഴി നടക്കാം എന്നുള്ളത്. പക്ഷെ എന്താ തടഞ്ഞതാരാ? ഈ പറയുന്ന ഈസത്തിന്റെ ആൾക്കാരാ, ശൂദ്രസത്തിന്റെ ആൾക്കാരാ. അവർ തടഞ്ഞു. ഇന്നും അവരാണ് ആ പറയുന്ന തടഞ്ഞ ആൾക്കാരല്ല. എല്ലാ നായന്മാരും അല്ല പറയുന്നേ, എല്ലാ നായന്മാരും അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല, അത് തെറ്റാണ്, അത് അനീതിയാണ്, അധികം പറയില്ല. പക്ഷെ മറിച്ച് തടഞ്ഞതിൽ നായന്മാരുണ്ടേ, ആ നായന്മാർ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ആ നായന്മാരാണ് നായര്, വെള്ള, മേനോൻ, തമ്പി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അവരിന്നും ഉണ്ട്, അവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ചില ആളുകൾ അപ്പൊ അവരിപ്പം കൂട്ടിന് ചിലപ്പോൾ ഇലപോലും പറയുന്നില്ല എന്ന് പറയുന്നില്ല. കൂട്ടിന് വല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും, യമാന തമ്പരാനെയൊക്കെ വിളിച്ചിട്ട് അവരെയൊക്കെ ഒരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. പക്ഷെ അനീതിയാണ്. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതി വ്യവസ്ഥ ശക്തമാണ്. ആ ശക്തമായത് രാഷ്ട്രീയത്തിലും വ്യാവഹാരിക ലോകത്തും വ്യക്തമായി കാണുന്നുണ്ട്. അത് മാറുമ്പോൾ ഇവിടെ ഈ വിഷയം ഉണ്ടാവില്ല. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, മറ്റേ ഉണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ ജാതി പറയുകയാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാം, വെറുതെ ജാതി പറഞ്ഞ വിഷയമൊക്കെ ഉണ്ട്, അതൊക്കെ മൈൻഡ് ചെയ്യാം. അതല്ല, വലിയ വിഷയങ്ങളുണ്ട്. ഇവരിപ്പോൾ സംവരണം എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിമാരുടെ എണ്ണം എടുത്തോളൂ, ജഡ്ജിമാരുടെ എണ്ണം എടുത്തോളൂ. വിദ്യാഭ്യാസം ഇല്ലേ? അത് എയ്ഡഡ് മേഖലയിലെ അധ്യാപന തസ്തികകൾ നോക്കിക്കോളൂ. അതെ, അധ്യാപകരുടെ കണക്കെടുത്താൽ പോലും അറിയാം എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്ന്. എന്തായാലും ശരി, പട്ടികജാതിക്കാർക്ക് പഠിക്കാൻ സംവരണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സംവരണത്തിന് മുകളിൽ പഠിച്ചു വന്ന കുട്ടികളുണ്ടാവുമല്ലോ. ജോലി കിട്ടുമ്പോൾ എവിടെ? അതിനു വേണ്ടി നിങ്ങൾ ഇവിടുത്തെ തെരുവോരങ്ങളുടെ കടകളിലേക്കും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്കും ടെക്സ്റ്റൈൽസിലേക്കും ഒന്ന് എത്തി നോക്കുന്നുണ്ടോ? അവിടെയൊക്കെ കാണുന്നത് എൻ്റെ മക്കളാണ്. അവിടെ ഒരു നേരം ഒന്ന് ഇരിക്കാൻ പോലും മറ്റാതെ തുണി എടുത്തിട്ട് കൊടുത്ത് രാത്രി 10 മണി വരെ പണിയെടുത്തത് മടക്കി വെച്ച് അവരുടെ വീട്ടിൽ വിയർത്തു പോയി ഒന്ന് നടുനിർത്തി ഉറങ്ങാൻ പോലും പറ്റാതെ അവിടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുള്ള വീടായിരിക്കും. അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും, അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എൻ്റെ മക്കളാണ്. നിങ്ങൾ പറയൂ, ഈ നാട്ടിൽ ഒരു നമ്പൂതിരി ഒരു ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ പിറ്റേ ദിവസം പോസ്റ്റർ, അയ്യോ നമ്പൂതിരി ലോട്ടറി ടിക്കറ്റ് വിട്ടു എന്നുള്ളത്. ഒരു നമ്പൂതിരിക്ക് ദാരിദ്ര്യം വന്നപ്പോൾ കൃഷ്ണനെ കാണാൻ പോയ കഥ ഇവിടെ കൊട്ടിഘോഷിച്ച് അതുപോലെ ദാരിദ്ര്യന്മാരുടെ ഇമിറ്റേറ്റ് ചെയ്ത് പ്രച്ഛന്നവേഷം കെട്ടിയിട്ട് അമ്പലങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഒരു ജനത ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ആ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആരും. ആ ജനങ്ങൾ എന്തിനും പറയും സംവരണം പറയും, നാണമുണ്ടോ, സംവരണം പറ്റികളാണ്, ഞാൻ സമയമല്ലേ ചോദിക്കുന്നുള്ളൂ, സംവരണമല്ലല്ലോ എന്ന് ചോദിക്കുന്ന മാന്യന്മാരടക്കമുള്ള നാടാണ് ഈ കേരളം. എന്ത് പുച്ഛമാണെന്നറിയോ? എന്നിട്ട് പറയാ സമുദായ പേരല്ല, എന്തോ പദവിയാണ് എന്നുള്ളത്. ഇവരൊക്കെ എന്താ പറയുക? ഇതൊക്കെ പറയുമ്പോൾ കൈയടിക്കുന്ന ആരറിയോ? ഇന്നലകളിൽ വഴി നടക്കാൻ പറ്റാത്തവനും അല്ലെങ്കിൽ മനുഷ്യരായി പോലും കാണാൻ പറ്റാത്ത ആളുകളാ ഈ ഡയലോഗുകൾ കൈയടിക്കുന്നത്. കാരണം എന്താ? ഇവൻ ഇന്ന് പട്ടുമറ്റേ കിടക്കുമ്പോൾ കരുത് അത് കിട്ടി എന്നുള്ളത് ഇല്ല. ഇവരുടെ കരാള ഹസ്തങ്ങൾ എപ്പോൾ നമ്മുടെ നേർക്ക് വരുന്നോ അന്ന് തീർന്നു. അതുവരെയേ ഉള്ളൂ. അതുവരെ അപരവൽക്കരണം നടത്തി മറ്റുള്ളവർ മോശക്കാരനെന്ന് പറയും, ഇവർ ശ്രേഷ്ഠന്മാരെ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്നോട് പല ആൾക്കാരും എനിക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, RSS ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ നിൽക്കുന്നതെന്ന്. എൻ്റെ മോളെ, ആ പ്രസ്ഥാനത്തോടെ എനിക്കൊരു വെറുപ്പില്ല. പക്ഷേ ചില അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ ആത്മീയത, എൻ്റെ പിതൃമാതൃ പരമ്പര, ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. 1925 സംഘടന കൊണ്ടാണോ എൻ്റെ പരമ്പര നിലനിന്ന് പോയത്? ഇപ്പോഴും തന്നെ ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും തന്നെ സംഘപരിപ്രവർത്തനങ്ങൾ എൻ്റെ ആശയങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ഞാൻ ജീവിക്കുന്നത് പോലും അതിൻ്റെ ഇല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ. പക്ഷെ മറിച്ച് അത് അവകാശങ്ങൾ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നും ഞങ്ങളെ പിടിച്ച് തിന്നുമായിരുന്നു. ഈ മുസ്ലിങ്ങൾ ഇപ്പോഴാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ഒരുപാട് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചില്ലേ മോളെ? അവർക്ക് വേണമെങ്കിൽ അന്ന് എല്ലാവരെയാണ് ചെത്തി ആക്കിക്കൂടായിരുന്നില്ലേ? അല്ലേ? ഒറ്റ ചെറിയ പരിപാടിയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞ പോലെ തന്നെ പൊന്നാനി പോയി ആലോചിച്ച പോലെ ഒന്ന് ചെറുതായിട്ട് ചില അംഗവൈകല്യം വരുത്തിയാൽ പോരെ, എന്നാലും തല പോകൂലല്ലോ, ഇല്ലേ? എന്നിട്ടും ആളുകൾ ഇവിടെ ഇല്ലേ ഹിന്ദുവായിട്ട് നിൽക്കുന്നില്ലേ? അപ്പൊ ഇതുമാതിരി ഭീഷണിയൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപരവൽക്കരണമാണ്. ആ അപരവൽക്കരണം ചെയ്യുന്നതോടുകൂടി രാഷ്ട്രീയ നേട്ടം. എന്നാൽ ഇവരെ കൂടിയാലോ അത് ദേശീയ മുസ്ലിമായി. ഇതിന്റെ വിഷയമാണ്. ഇവരെ കൂടിയ ദേശീയ മുസ്ലിമാണ്. പുറത്താണെങ്കിലോ അത് തീവ്രവാദി മുസ്ലിമാണ്. ഇവരെ കൂടിയ വിശുദ്ധ ക്രിസ്ത്യാനിയാണ്. അപ്പുറത്ത് പോയാലോ അല്ല അത് മതം മാറ്റത്തിന്റെ ക്രിസ്ത്യാനിയാണ്.
ഈ നോക്കി നോക്കൂ, ഞാൻ മതം മാറ്റത്തിനൊക്കെ ശക്തമായി എതിർക്കുന്ന ആളാണ്. പക്ഷെ മറിച്ച് ഇവരെ കൂടെ കൂടിയിട്ട് പെന്തോക്കോസയൊക്കെ ഞാൻ വിശുദ്ധ, അതെന്താണ്, അത് ദേശീയ പെന്തോക്കോസാണ്, മറ്റേ ദേശീയ മുസ്ലിമാണ് മറ്റത്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ ആത്മീയത എന്ന്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആധ്യാത്മികത മാത്രമല്ല ഭൗതികതയിലും ഈ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആത്മീയത ഇനി പറയുള്ളൂ. ശക്തമായി എൻ്റെ ജനതയോട് അത് കാണിക്കുന്നുണ്ട്. അത് എന്ത് മുർമൂനെ നിർത്തി പറഞ്ഞാലും അടിമയായി നിർത്തുകയല്ല, ഉടമയാക്കുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെ കൊണ്ടിട്ട് സർസംഘചാലകമൊക്കെ ആക്കി കാണിക്കട്ടെ. ബ്രാഹ്മണ്യത്തിന്റെ ശിഖയും പൂണൂലും ഇട്ട ആളുകൾ, അല്ല ബ്രാഹ്മണ്യത്തിന്റെ ശിഖയും പൂണൂലും ഇട്ട ആൾക്കാർ സർസംഘചാലകമെങ്കിൽ മാടനും മർദ്ദയും ഒക്കെ ആയിട്ടുള്ള പല രീതിയിൽ, ഇവിടെ ഇല്ലെങ്കിലും പല രീതിയിലും ദൈവങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പല ഭാഗത്തുണ്ട്. നാഗ്പൂരിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നാഗ്പൂരിലാണല്ലോ ആസ്ഥാനം. അവിടെയുള്ള ദലിതിനെയോ ആദിവാസിക്ക് സ്വത്വം കൊണ്ട് നിത്യേന ഒരു ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന, മീൻചാറ് കൂട്ടി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ സർസംഘചാലകമായിട്ട് കാണിക്കട്ടെ. ഹിന്ദു ആണല്ലോ എന്നിട്ട് പറയണം. അതല്ല ബ്രാഹ്മണൻ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ ആസ്ഥാനത്തുണ്ട് മറ്റുള്ളവരെ മന്ത്രിയാക്കിയിട്ട് ഞങ്ങളാക്കിയല്ലോ എന്ന് പറയുന്നത്. ഒരാളെ എടുത്തു കാട്ടിയിട്ട് അതായല്ലോ. ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിലാണെങ്കിൽ പോലും OR കേളുവിനെ മന്ത്രിയാക്കിയിട്ട് ഞങ്ങൾ മന്ത്രിയാക്കി, കേളുവിനെ മന്ത്രിയാക്കി, രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാക്കി. 21-ാം നൂറ്റാണ്ട്. അതാണ് ഇവരെന്താ വെച്ചാൽ വിധേയത്വമാണ് എൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കിയത് ആരാ? അമ്പ്രാൻ. ആരാ? അമ്പ്രാൻ. ഇമ്പ്രാൻ വിളിയൊക്കെ അവർക്ക് താല്പര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞത് അമ്പ്രാൻ വിളി വിളിക്കണ്ട. ഇപ്പോഴത്തെ അമ്പലത്തിൽ പോയ സമയത്തോടെ പ്രതിഷ്ഠേൻ്റെ കാര്യം അവർ തന്ത്രം ഏറ്റെടുത്ത് പുലയ സമുദായത്തിൻ്റെയാണ്, അത് കാവാണ്. ആ കാവിലെ പ്രതിഷ്ഠയ്ക്ക് പോയവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ലാസ്റ്റ് നോട്ടീസ് വന്ന സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് നോക്കിയപ്പോൾ പറയാം ഏതോ തമ്പുരാൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ മണ്ണാണ് എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു മേലാതെ എഴുതി പോരുത്, എഴുതുകയാണെങ്കിൽ ഞാൻ തന്ത്രം ഒന്നും ചെയ്തു തരില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോ. അവരോട് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, എടാ തമ്പുരാൻ ദാനം തന്നതല്ല, തമ്പുരാൻ പറ്റിച്ചെടുത്തേന്ന് ഒരു തുണ്ട് നിങ്ങൾക്ക് വിട്ടു തന്നതാണ്. ഭൂപരിഷ്കരണ നിയമം ഏലംകുളത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ഔദാര്യമായി തന്നതല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ വയറ് അടച്ചു കൊടുത്തത് അക്കാപ്പിച്ച വെച്ച് കൊടുത്തതാണ്. അതും ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുടെ ഈ മണ്ണ്, ഈ നാട് ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയാണ്. അത് ഇവിടുത്തെ വരേണ്യവർഗം കടന്നു കയറി അവർ ഏറ്റെടുത്തിട്ട് അവർ പിന്നെ ഇട്ടു കൊടുക്കുമ്പോൾ ഔദാര്യം കിട്ടിയെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇപ്പോഴും ഭാർഗവന്റെ ക്ഷേത്രം എന്ന സംഘപരിവാർ സംഘടന പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണന്റെയാണ്, പറയന്റെയാണ്, വേട്ടുവന്റെയാണ്, ഈഴവന്റെയാണ്, ആശാരിയുടെയാണെന്ന് പറയാലോ. നായരുടെയാണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷെ ബ്രാഹ്മണ ഭൂമിയാണെന്ന് പറഞ്ഞു വെക്കുന്ന എന്തിനു വേണ്ട? ഈ അടിസ്ഥാന വിഭാഗങ്ങൾ എന്നും മോശക്കാരായിട്ട്. ഇത് തന്നെയാ വിഷയം. അപ്പൊ അവിടെയാണ് ബ്രാഹ്മണൻ ദാനം കൊടുത്തു എന്ന് ഇന്നും ജ്യോത്സ്യന്മാരടക്കം വിഷമിച്ചു പറയാം. ഇത് ബ്രാഹ്മണന്റെ ഭൂമിയാണ്, ഇവരുടെ ഇത് ഗൂഢപദ്ധതിയാ, ഇവിടുത്തെ ആളുകളുടെയാണെന്ന് പറയുന്നില്ല. എന്നിട്ട് ഔദാര്യം കിട്ടും. അപ്പൊ ഞാൻ അവരോട് പറയാം, അമ്പലക്കാട് പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കോടികൾ തരാനാലും ഞാൻ ആ കല്ലെടുത്തേക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെ ചോദിച്ചാൽ അറിവുള്ളവരുണ്ടാവല്ലോ. ലാസ്റ്റ് അവർ ആ വാക്കാ നോട്ടീസിനോട് മാറ്റി. ഈ നാട് ഞാൻ അവിടെ സംസാരിച്ചതാണ്, ഈ നാട് നിങ്ങളുടേതാണ്, ഒരാളുടെ ഔദാര്യമല്ല, ഒരാളുടെ തന്തയുടെ വകയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ തന്തമാര് രാവന്ത്യോളം ഒരു തരത്തിലും റെസ്റ്റ് ഇല്ലാണ്ട് മണ്ണിനോട് മല്ലടിച്ച് വിയർത്ത് നിങ്ങളുടെ അപ്പനപ്പന്മാര് പല വരമ്പുകളുടെ ഉള്ളിലെയും മടയടയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലും കൂടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങളുടേതാണ്. അതിനെ കൗശലത്തോടു കൂടി ചിലർ നേടിയെടുത്താണ്. അവരവിടെ ചരിത്രം ഉണ്ടാക്കി, അവരുടെ പുരാണം ഉണ്ടാക്കി, അവരെ സമ്പത്തും ഇന്നുള്ള അധികാരവും വെച്ചുകൊണ്ട് അവർ രാജ്യം മുഴുവൻ അവരുടെയാക്കുകയാണ്. ഏതെങ്കിലും കോച്ചിപ്പടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ രാമഭൂമിയും രാമക്ഷേത്രവും എന്താ ഈ പറഞ്ഞ പോലെ വൈഷ്ണവപുരമൊക്കെ ആക്കി മാറ്റുകയാണ്. വേറൊരു സമൂഹം വേറെ പേരിട്ട് മാറ്റുന്നു. ഇവരിപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. അവരോട് പറയുകയാണ് ഇതിന് തിരിച്ചറിയൂ. ഇപ്പോഴും പറയുന്നു ബ്രാഹ്മണരോട് വിദ്വേഷം വേണമെന്നല്ല, നായരോട് വിദ്വേഷം വേണമെന്നല്ല വേണത്. സ്വന്തം കാലിൻ്റെ അടിയിൽ മണ്ണ് പോകുമ്പോൾ തിരിച്ച് അവിടെ നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, നമുക്ക് ഐക്യം വേണമെന്നൊക്കെ ഇവർ പറയും. ഐക്യം വേണ്ടത് ഔദാര്യം കാണിച്ചിട്ടല്ല. ശങ്കരമഠങ്ങളിലെ ശങ്കരന്മാർക്ക് തുല്യമായി കാണാൻ എൻ്റെ മക്കളെ കാണാനാകുന്നു. ഇവിടുത്തെ പരശുരാമ പാരമ്പര്യം പറയുന്ന നമ്പൂരാക്കന്മാർക്ക് തുല്യമായിട്ട് എൻ്റെ മക്കളുടെ വേലത്തന്മാർ എന്ന കർമ്മികളെ പറയുന്ന പേരാ, വേലത്തന്മാരെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ലയോ, അല്ലെങ്കിൽ കഴിയുന്ന കാലം വരുമോ അന്ന് മതി ഐക്യം. ഔദാര്യമായിട്ടല്ല, ഇന്നുമില്ല. ഈക്വാലിറ്റി ഇല്ല ഹിന്ദുയിസത്തിൽ. എന്തിന് അംബേദ്കർ പറഞ്ഞത്? എന്തിന് ഗാന്ധി? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃരാജ്യം ഇല്ലല്ലോ, ആ മാതൃരാജ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മാതൃത്വം കാണിച്ചില്ലോ. ചില ആൾക്കാർ കമന്റ് ചെയ്തു പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ എഴുതും നേരത്തെ പറഞ്ഞ അവൻ്റെ തന്തയുടെയല്ല ഈ മണ്ണ്, ഞങ്ങളുടെയൊക്കെ തന്തമാരുടെയാണ്. പോകാൻ പറയുന്നവൻ ഇതൊരു മതരാജ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു മതമായാലും ശരി, അവർക്ക് പോകാം. ഇത് മനുഷ്യന്റെ ഭൂമിയാണ്, മനുഷ്യർക്കുള്ളതാണ്. അവരിവിടെ ജീവിക്കണം. ആ മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ തദ്ദേശീയ ജനങ്ങളുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ ഒരു കൾച്ചർ ഉണ്ടാകണം. അവരാണ് എല്ലാവരെയും സ്വീകരിച്ചത്. അവരിൽ നിന്നാണ് മതം മാറിപ്പോയത്. അവർ തമ്മിൽ തല്ലിയിട്ടില്ലല്ലോ. മതം മാറിപ്പോകുന്നതൊക്കെ മോളെ കൂടുതൽ ഈ സമൂഹത്തിൽ നിന്നുള്ള ആളുകളല്ലേ. അവർക്കല്ലല്ലോ പ്രശ്നം, വേറെ ആർക്കും അല്ലേ പ്രശ്നം. കാരണം അവരുടെ അസറ്റാണ് ഈ ജനത. അത് ഈ ജനത തിരിച്ചാണ്. ഈ ഹൈന്ദവ മൂല്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പിരിറ്റ് ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരെ ചേർത്ത് നിർത്തുക, ഈ പറഞ്ഞ എന്റെ കൈക്കുള്ളിൽ അവർ നിൽക്കുക എന്നുള്ള ചിലരുടെ ചിന്ത മാത്രം. അവരൊക്കെ ഹിന്ദു എന്ന് പറയണേ. ഹിന്ദു ഒരു മതമല്ല.
ഹിന്ദു മതമാക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ മതത്തിൽ ഞങ്ങൾ ആരെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഇവർ പറയട്ടെ. ഹിന്ദു മതത്തിൽ ഞങ്ങൾ ആരാണ്, ഞങ്ങൾക്ക് തുല്യ പങ്കാളിത്തമുണ്ട്. എവിടെ? കേരളത്തിലെ ഇപ്പോൾ എന്തായാലും ഹിന്ദു സംഘടനകളാണല്ലോ അത് പറയുക. ഹിന്ദു സംഘടന പറയും നിങ്ങൾക്ക് എത്ര ക്ഷേത്രങ്ങളുണ്ട്, ഹിന്ദുവിൻ്റെ പ്രധാന കേന്ദ്രം ആരാധനാ കേന്ദ്രമാവുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മതത്തോട് ബന്ധപ്പെട്ട് ആരാധനാ കേന്ദ്രം എത്ര ആരാധനാ കേന്ദ്രം ഹിന്ദു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, അതിൽ എത്ര ഞങ്ങളുടെ എൻ്റെ സമുദായങ്ങളിൽ നിന്നുള്ള SC ST വിഭാഗങ്ങളിൽ നിന്നുള്ള, മറ്റത് പറയാൻ ശിവഗിരി മഠം ഉണ്ടോ തൽക്കാലം മാറ്റി പിടിക്കാൻ, അല്ലെങ്കിൽ മറ്റു ചില മഠങ്ങളുള്ളതുകൊണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് ശിഷ്യരെല്ലാവരും ഉണ്ട്. എന്നാൽ ഇത് പറയാം SC ST വിഭാഗങ്ങളിലെ എത്ര ആളുകൾക്ക് എന്ത് പ്രാതിനിധ്യം കൊടുത്തു, നിങ്ങളുടെ എത്ര ക്ഷേത്രങ്ങളിൽ എൻ്റെ മക്കൾ തന്ത്രിമാരായിട്ടുണ്ട്, നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എത്ര ക്ഷേത്രം എൻ്റെ മക്കൾ സെക്രട്ടറിമാരായിട്ടുണ്ട്, നിങ്ങളുടെ എത്ര ക്ഷേത്രം എൻ്റെ മക്കൾ പ്രസിഡന്റ് ആയിട്ടുണ്ട്, നിങ്ങളുടെ ക്ഷേത്രത്തിൽ എത്ര ഇതിൽ എൻ്റെ ആളുകൾക്ക് വാദ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, മുഖ്യമായിട്ട് വാദ്യകാരന്മാരുണ്ട്, എത്ര ആൾക്കാർ പുരോഹിതന്മാരായിട്ടുണ്ട്, നിങ്ങളുടെ സംഘടനകളിൽ എത്ര, ഇപ്പോൾ RSSന്റെ സർസംഘചാലക് മുതൽ എത്ര ആൾക്ക് ഈ കാലം വരെ എൻ്റെ ആളുകളിൽ നിന്ന് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആ സംവരണം എത്ര ഞങ്ങളിൽ ജാതി ഇല്ല പൊന്നാര അവർ പറയണ്ട. ഈ ശിഖയും പൂണൂലുള്ള മോഹൻ ഭഗവത് തൊട്ടിട്ട് എല്ലാവരും വെക്കുന്നിടത്ത് ഇതൊന്നും നോക്കാണ്ടാണ് വെക്കുന്നത്. കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാർ 3 ആളും നായന്മാരാ. അപ്പോൾ ഇതൊക്കെ നോക്കാണ്ടാണോ? അല്ലാതെ ഞങ്ങൾ നോക്കിയിട്ടല്ല. മുസ്ലിങ്ങളാണെങ്കിൽ വേറെ എന്തോ നോക്കുകയെന്ന് കരുതുക. അവരെന്ത് നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് അവരെങ്ങനെ മിഷൻ പോലും നമുക്കറിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ജാതി മതവും ഇല്ല, കോൺഗ്രസിൽ ആരിലും ഇല്ല. മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിം ഉള്ളൂ, അതിലുണ്ട് ഹിന്ദുക്കൾ. ഈ SDP-കാരുടെ ഉണ്ട് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇല്ല പറയല്ല, പ്രാക്ടിക്കലിയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറയുമ്പോൾ ഇവരുടെ നേതാക്കന്മാർ പറയട്ടെ, ഇത്ര ക്ഷേത്രങ്ങൾ ഇത്ര സ്ഥലത്ത് ഇന്നെ പോലെ ഉണ്ടെന്ന് അവർ പറയട്ടെ. കഴിവില്ലവരില്ല എന്ന് പറയട്ടെ. അവർക്ക് സ്കൂളുകൾ, വിദ്യാനികേതൻ പോലുള്ള സ്കൂളുകളുണ്ട്, എത്ര അധ്യാപകരുണ്ട്, പ്രിൻസിപ്പാളന്മാർ, ഹെഡ് മാസ്റ്റർമാർ, ഹെഡ് മിസ്റ്റർമാർ ഒക്കെ എത്ര പേരുണ്ട്, എത്ര കുട്ടികൾക്ക് ഇവർ സംവരണം കൊടുക്കുന്നുണ്ട്, എത്ര പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചൊരു ചോദ്യമുണ്ട്, എത്ര സവർണന്മാരിൽ എത്ര പേർ തൂപ്പുകാരായി ജോലി ചെയ്യുന്നുണ്ട്? ഉണ്ടാവില്ല. ബ്രാഹ്മണ സ്ത്രീകൾ എത്ര പേര്, അല്ലെങ്കിൽ ബ്രാഹ്മണ പുരുഷന്മാർ എത്ര ആൾക്കാർ, ഒക്കെ അതും പറഞ്ഞോട്ടെ. എത്ര ആൾക്കാർ ഇവരെ പറഞ്ഞ ക്ലീനിങ്ങിന് നിൽക്കുന്നുണ്ടൊക്കെ അവർ പറയട്ടെ. ഇനി ഇവരുടെ ക്ഷേത്രത്തിൽ എത്ര ബ്രാഹ്മണർ ഇവരെ അമ്പലങ്ങളിൽ അടിച്ചളിക്കുന്നുണ്ട്? എത്ര ക്ഷേത്രത്തിൽ ബ്രാഹ്മണ സ്ത്രീകൾ അടിച്ചു കളിക്കൽ, പുരുഷന്മാർ അടിച്ചു കളിക്ക് നിൽക്കുന്നുണ്ട് ഇവർ പറയട്ടെ. സംഘപരിവാർ ക്ഷേത്രങ്ങളിൽ ഇവർക്ക് പറയാലോ, ക്ഷേത്ര സംരക്ഷണയ്ക്ക് പറയാലോ. മറ്റ് സമുദായങ്ങൾ എന്താ ബ്രാഹ്മണ സ്ത്രീകൾക്ക്, ബ്രാഹ്മണർക്ക് ദാരിദ്ര്യമുണ്ട് എന്നല്ലേ പറയുന്നേ? ബ്രാഹ്മണർക്ക് അടിച്ചു കളിക്ക് പോയിക്കൂടെ? പോവില്ല, പട്ടിണി കിടന്നാലും പോവില്ല. എന്താണ് അത്? പ്രിവിലേജ് അല്ല. അതെന്താ അറിയോ? അവർക്കൊന്നും പറ്റില്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ പണ്ടേ ശീലമായി. ഈ ആറ്റിറ്റ്യൂഡ് അത് വിദ്യാസമ്പന്നം എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ ഇതൊക്കെ ഉണ്ട്. ഇതിനെല്ലാം കുലത്തൊഴിലായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പറയാ അതായിരുന്നു മേഘയത ചണ്ടാളവായിരുന്നു ജാതി ഇങ്ങനെ പോകണം, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ പറഞ്ഞതേ പട്ടുമേത്തെ കടങ്ങി തോന്നും. മനുഷ്യരുടെ ഇടയ്ക്ക് ഇറങ്ങിയവർക്ക് പറയുന്നത് എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, എനിക്ക് തിന്നാനുള്ള വകുപ്പ് എനിക്കുണ്ട്. പക്ഷെ മറിച്ച് എൻ്റെ ചുറ്റുമുള്ളവർക്കുണ്ട്. സഹജീവികളോട് കരുണ എന്ന് പറഞ്ഞാൽ ഈ കോഴിയിറച്ചിനോടും കാണിക്കുന്നതല്ല കരുണ. സ്വന്തം സമൂഹത്തിൽ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമുക്കൊപ്പമുള്ള മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു അവഗണനയുണ്ടെങ്കിൽ, അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എങ്കിൽ അവരോട് കരുണ കാണിക്കുന്നതാണ് കാരണം. അല്ലാണ്ട് ഓം ശാന്തി, ഓം ശാന്തി, ശാന്തി ശാന്തി വെള്ളിയും ഇട്ടിട്ട് ഇങ്ങനെ ശാന്തി കാണിക്കുക, ആങ്കുരു ഓങ്കാര, ഇതൊന്നല്ല ആത്മീയത. ആ ശാന്തി പേരയിലിരുന്ന് പറയൽ മാത്രമേ നടക്കില്ല. ആശ്രമത്തിൽ ഇരുന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം. അവിടെ മനുഷ്യർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുവെങ്കിൽ, അവർക്കെതിരെ ഒരു ശബ്ദമെങ്കിലും ഉയർത്തുന്നുവെങ്കിൽ അതാണ് ദൈവീകത, അതാണ് മനുഷ്യത്വം. കാരണം ദൈവികത അറിവ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അറിവ് അതാണ്, തിരിച്ചറിവ്. മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത, മനുഷ്യരുടെ വിശപ്പടക്കാൻ കഴിയാത്ത, നൊമ്പരങ്ങൾ മാറ്റാൻ കഴിയാത്ത ആത്മീയത എന്താത്മീയതയാണ്? ആത്മാവിനെ അറിഞ്ഞിട്ടില്ല, സ്വന്തം ഉദരപൂരണം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ വിഷയം കേരളത്തിൽ എത്ര കണ്ട് ജാതിയില്ല പറഞ്ഞു. നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് കേരളത്തിലെ കാര്യം പറഞ്ഞത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കാവണം. ഇതിന്റെ പുറത്ത് കിടന്ന ഇതിലേറെ ശക്തമാണ് അടിച്ചുകൊല്ലലും മിനിറ്റുകൾ വെച്ച് ദളിത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഞാൻ പറഞ്ഞ കണക്കല്ല, കേന്ദ്ര ഗവൺമെന്റ് കണക്ക് തന്നെ വേണമെങ്കിൽ പരിശോധിച്ചാൽ കിട്ടും. അപ്പം അതുകൊണ്ട് ജാതി ഉണ്ട് എന്ന് പറഞ്ഞത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെകളിൽ അത് അയ്യങ്കാളി യജമാനെ പോലെ അപ്പൂപ്പിനെ പോലെ പറഞ്ഞതുകൊണ്ട്, അംബേദ്കറെ പോലെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെയാണ് മാറ്റമുണ്ടായതെങ്കിൽ, അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയുമാണ്. അതിന് നമ്മളൊക്കെ ഉയർത്തിവിടുന്ന ആത്മീയതയും ഭൗതികതയും ശരി, അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് നമ്മളോടൊക്കെ പൂർണ്ണമായ സഹകരണമാണ് നമ്മൾ കേരള സമൂഹത്തോട് ചോദിക്കുന്നത്. അതിൽ ആത്മീയതയ്ക്കും നമ്മൾ സഹകരണം ചോദിക്കുന്നുണ്ട്, സാമ്പത്തികമല്ല ചോദിക്കുന്നത്, സഹകരണം ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതും ഇതിൻ്റെ ഭാഗമാണ്, സ്വത്വമാണ്. ഇത്രയാണ്. അങ്ങനെ ചണ്ടാള ബാബ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പൊളിറ്റിക്സ് ഇതാണ് ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെടുന്നവരുടെ, അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നില്ല, മനുഷ്യരിലേക്ക് എത്താൻ പറ്റിയാൽ മതി. ഇത്രയേറെ സമയം നമുക്കിപ്പം ചെലവഴിച്ചു. താങ്ക് യു.